Hi guys, I am back. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ പല കാര്യങ്ങളുടെ പിറകിലായിരുന്നു. കുറെ ബിഗ് ബോസിലെ വരക്കും പട്ടികളുടെ ബാക്കിലൊക്കെ കുറെ പോയി, പിന്നെ കുറെ ഗോസ്റ്റിന്റെ ബാക്കിലൊക്കെ പോയി. അപ്പൊ നമ്മുടെ ഗ്രാമം, ആ ഒരു ഗ്രാമം ഇപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ ആൾക്കാർ അത് ഭരിച്ചു കൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് ആ ഗ്രാമത്തിലെ ആൾക്കാർ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി 2-3 ദിവസം മുമ്പ് എനിക്ക് വന്നായിരുന്നു. വീണ്ടും ഞാൻ ആ ഗ്രാമത്തിലേക്ക് ഒന്ന് തോണ്ടി നോക്കിയായിരുന്നു. പണ്ടത്തെ എല്ലാ പൂച്ചത്തീട്ടം തന്നെ ഇപ്പോഴും ആ ഗ്രാമത്തിൽ നടക്കുന്നു. പൂച്ചത്തീട്ടത്തിന് ഞാൻ മാറ്റി വെച്ചതാ മണ്ണിട്ടിട്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, പിന്നെ എങ്ങനെയെങ്കിലും ലാസ്റ്റ് കറങ്ങി തീർന്നിട്ട് ഇവിടെ തന്നെ എത്തു. വെയിറ്റ്. പഴയ കണ്ണാപ്പിമാർക്കൊക്കെ കുറച്ചെല്ലാം ബുദ്ധി വന്നിട്ട് അവര് പുതിയ കാര്യങ്ങളിലേക്ക് മാറി. ശരിക്കും കണ്ണാപ്പിമാർക്ക് വംശനാശ ഭീഷണിയാണ് നേരിടേണ്ടത്. അതായത് ആ പരമ്പര ശരിക്കും ഉണ്ടാവാൻ പാടില്ല. പഴയ കണ്ണാപ്പികൾ പോകുന്നേരം പുതിയ കണ്ണാപ്പികൾ പിന്നെയും വരുന്നു. ഇതിനൊരു അന്ത്യമില്ലേ? ഐഫോണും കൊണ്ടൊരു പെണ്ണ് വരുന്നു. പെണ്ണ് ആരോ ചെരുപ്പ് കണ്ട് പാനിക്കായി. അപ്പോൾ ബാത്റൂമിൽ നിന്ന് കുളിച്ചു വരുന്ന ആരോ ഐഫോൺ അടിച്ചതാണോ അത്? അയ്യോ, ഇങ്ങനൊന്നും അടിക്കല്ലേ. ഈ അടി കൊണ്ടിട്ട് കടന്ന് ഉറങ്ങിപ്പോയിന്നാണ്. ഇവരെ വായിൽ ഉരുളക്കിഴങ്ങാണ്. അടി കൊണ്ട് വീണ് ഓന്റെ വായിൽ ഉരുളക്കിഴങ്ങാണ്. അവിടെ നിൽക്കുന്ന ഓളെ വായിൽ ഉരുളക്കിഴങ്ങാണ്. ഒന്നും പറയത്തില്ല. കടത്തോന്റെ ആക്ടിങ് കണ്ടിട്ട് ഓന്റെ അണപ്പല്ലേ തെറിക്കുന്ന അടി അടിച്ചത്. അടി കൊണ്ട് കിളി പോയത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല. അത്രേ സമയം ഓനൊന്നും ചെയ്തില്ല. അപ്പൊ അതുവരെ അവൻ ക്ലോക്കിൽ നോക്കിക്കൊണ്ടിരുന്ന് ഓനിക്കൊരു സമയമുണ്ട്. ആ സമയം ആയി കഴിഞ്ഞാൽ ഓന് തിരിച്ച് ഓളടുത്തേക്ക് പോകത്തുള്ളൂ. അപ്പൊ ആ സമയം വരെ ഓന്റെ കിളി പോയത് തിരിച്ചു വരുമോ എന്നുള്ള രീതിക്ക് കാത്തിരുന്നു. അങ്ങനെ ഓന്റെ കിളി വന്നു. അവൻ അവിടെ നിന്ന് എണീച്ചു. അതാ പോയി. ഇവൾ അങ്ങോട്ടാ പോയ ആടെയാ പോയെന്ന് ഇവർക്ക് എങ്ങനെ ഇത്ര കറക്റ്റ് അറിയുന്നത്? ലോജിക്കില്ലാത്ത കുറെ സംഭവം. അൾട്രാ ഇൻസ്റ്റന്റ് ഇതാണ് ഡ്രാഗൺ ബോൾസിൽ അൾട്രാ ഇൻസ്റ്റന്റ്. ഓളെ മോന്തൊക്കെ ഇട്ട് അടി കൊടുത്തപ്പോഴത്തേക്കോ ഇവനാണ് ഫസ്റ്റ് ഓടിയത്. അതിന്റെ മുമ്പേ ഓൾ അവിടെ എത്തി. ഇതെന്താ അൾട്രാ ഇൻസ്റ്റന്റോ? പറന്ന് ഇവിടെ എത്താൻ. അവന്റെ കൈമ അടി കൊണ്ട് ഇത് എന്റെ അനിയത്തിയാന്നാ ഏട്ടത്തിയാന്നാ എന്തോ പറഞ്ഞ്. അപ്പൊ പിന്നെ അവര് വീണ്ടും ഒന്നിച്ചു. ലൈൻ കട്ട് এরকম ভিডিও কেন? হ্যাঁ, আজকে তোমাদেরকে সেটাই বলবো। কেন করি সেটাও বলবো। നിങ്ങൾ സംഭവം കണ്ട ജീവനുള്ള തവളേന മറ്റേ കയറ് കെട്ടിട്ട് മാലയാക്കിട്ടിനി ভিউজের জন্য। এবার তোমাদের মনে প্রশ্ন হতেই পারে আমি টাকার লোভে করেই পারে, ভিউজ মানেই তো টাকা, তাই না? বললাম কিছু തവള ജീവനും കൊണ്ട് തുള്ളി ഓടാൻ ശ്രമിക്കുന്നുണ്ട്. ക്രിയേറ്റീവ് ചെയ്തോ, ക്രിയേറ്റീവ് പരമായിട്ട് എന്തെങ്കിലും ചെയ്തോ. ഇങ്ങനെയല്ല ഒരു പ്രാണികളെല്ലാം പിടിച്ചിട്ട് ജീവനോടെ ആൾക്കാരെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിട്ട്. പൂച്ചത്തിട്ട മണ്ണിട്ട് മൂട്. അസ്സലാമലൈക്കും. ആരാ? അസ്സലാമലൈക്കും. ആരാ? രാത്രിക്കാണ് കടലാന്ന്. കളവന്റെ നല്ല കാലത്ത് കടലൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ കുറച്ച് സന്തോഷമെല്ലാം ഉണ്ടാവും. സന്തോഷിക്കാം. മനുഷ്യന്മാർ ജീവിതം ആയുസൊക്കെ വളരെ കുറവാണ്. അപ്പം കുറച്ചൊക്കെ സന്തോഷിക്കാം. ആരാ? ഇതല്ല പാട്ട്. ഇതിന് വേണ്ടത് മറ്റേതാ. ഇത് ആഗസ്റ്റ് 5 റീലാണോ? മാറിപ്പോയതാണോ? ഓ, സൂപ്പർ അണ്ണാച്ചികൾ. ഇതാണ് സൂപ്പർ അണ്ണാച്ചികൾ. കറങ്ങുന്ന ഫാന് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് സ്പീഡ് കുറഞ്ഞു വായോണ്ട് കടിച്ച് കുറിച്ചിട്ട് മാസ് കാണിക്കും. സൂപ്പർ അണ്ണാച്ചികൾ. പൂച്ചത്തിട്ട ലൈൻ കട്ട്.
ഈ കൊരങ്ങന്റെ മോന് കുറച്ച് നല്ലോണം മുതലാക്കുന്നുണ്ട്. എന്റെ റീൽസിൽ ഇപ്പൊ എന്താണെന്നറിയില്ല, കുറച്ച് ദിവസമായിട്ട് ഈ കൊരങ്ങന്റെ മോൻ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത്. ഇത് ഒരു കൊരങ്ങന്റെ മോനാണ്, വേറെ കൊരങ്ങന്റെ മോനും ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ഈ കൊരങ്ങന്റെ മോൻ മുതലാക്കുന്നത് നോക്കാം. പറഞ്ഞ എല്ലാം ചെയ്യും, അതിനായിട്ട് നിന്നോടുക്കും ചെയ്യുന്നു. ഓ, എല്ലാ ട്രെയിനിങ് കൊടുത്ത ഒരു കൊരങ്ങന്റെ മോൻ. ഓ, എന്താണ് ഇത്? ഓ, ഇവന്റെ സ്ഥിരം ഒരു സാധനം ഉണ്ട്, അതിനാ ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അതെ അതെ, ഇതാ ഞാൻ പറഞ്ഞു, ഈ കൊരങ്ങന്റെ മോനെ ഒരു മുതലാക്കൽ ഇല്ലേ? നിങ്ങക്ക് കണ്ടിട്ട് തോന്നില്ല ഒരു മുതലാക്കൽ ചെയ്യുന്നുണ്ട്? ഇതൊന്നും ശരിയല്ല കേട്ടോ. ഇതാ ഗൈസ് അടുത്ത കൊരങ്ങന്റെ മോന്. മറ്റേ കൊരങ്ങൻ വേറെ ഏതോ നാട്ടിലെ കൊരങ്ങനായിരുന്നു, ഇത് വേറെ ഏതോ നാട്ടിലെ കൊരങ്ങനാണ്. ഇവന്മാര് കൂട്ടം കൂടിയിട്ടാണ് ഇമാതിരി പരിപാടി ഇപ്പൊ എടുക്കുന്നത്. കണ്ട ആ ഗ്യാപ്പില് കിസ്സൊക്കെ കൊടുക്കുന്നു. അടുത്ത് രണ്ടും സെയിം കൊരങ്ങനാണ്, കാരണം എല്ലാ പൊസിഷനും എല്ലാ ഇതും സെയിം ആണല്ല. കാല് ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ മുമ്പേ കിസ് കൊടുക്കുന്ന, അതിന്റെ മുമ്പേ കൈ പിടിക്കുന്നേ. ഈ കൊരങ്ങന്റെ മോൻ, ഇതാണ് ഇവന്റെ മുതലെടുക്ക്. ഇങ്ങനെയാണെങ്കിൽ ഞാനും നാളെ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന ഒരുത്തനെ വിളിച്ചിട്ട് ക്യാമറ നോക്കിപ്പിച്ചിട്ട് രണ്ടും കൂടി കാട്ടിലെല്ലാം വീണ്. അടി ഈ പൂച്ചത്തിട്ടങ്ങൾക്ക് എന്താണ് ഇപ്പോഴും വിവരമൊന്നും വരാത്തത്? ഇവർക്കൊന്നും കണ്ടതിന് വേണ്ടി ചെയ്യുന്നതാണ് ഇതല്ലോ. ഇതാണ് കിഴപ്പ്. നമ്മള് കിഴപ്പ് പാർട്ട് 1, 2 ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു, അതില് ബാക്കിയാന്ന് കൂട്ടിക്കോ. ആ ഓ, കിഴപ്പ്. ഓ, ഇനി അടുത്ത മറ്റേ പെരിയാറിലോ പമ്പയിലോ വല്ല മറ്റേ എവിടെയും കടലിലാക്കി നോക്കിയാൽ മതി. എങ്ങനെ രക്ഷിക്കാൻ ഇനി ഇതെല്ലാം കിഴപ്പ്. ഇതിന് അധികം ഇതാക്കാൻ പറ്റില്ല, നീ യൂട്യൂബ് എടുത്ത് ബാൻ ചെയ്താള്. ആ നമ്മളെ ഫുഡ്, സ്ട്രീറ്റ് ഫുഡ്, മോൺസ്റ്റർ എനർജി, പണ്ടത്തെ ചീനച്ചട്ടി. മോൺസ്റ്റർ എനർജിയില് മുട്ട, 2 മുട്ട വറവ്, പിന്നെ മോൺസ്റ്റർ എനർജി. ഓ, ഉള്ളി, വാവ്, പച്ചമുളക്, ആ മധുരം ഉപ്പും. ഡയറി മിൽക്ക്, മോൺസ്റ്റർ എനർജി, മുട്ടന്റെ ഒപ്പരം ഡയറി മിൽക്ക്, അതിന്റെ ഒപ്പരം തക്കാളി. എന്നിട്ട് സോസ്. ഇനി എന്തെങ്കിലും ഉണ്ടോ? എന്തോ ഒരു ഇലയില് ലാസ്റ്റ് കണ്ടിട്ട് തിന്നാനല്ല തോന്നുന്നത്. കോമ്പിനേഷൻ ആണ്. ഇവര് എന്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിനങ്ങ് കോമ്പിനേഷൻ ചെയ്താള്. കുത്തിയും പിന്നെ മൗണ്ടൻ ഡ്യൂ എല്ലാം വെക്കും, ചമ്മന്തി എല്ലാം ഇതാക്കും, അതിന്റെ ഒപ്പരം പിന്നെ 2-3 ഡയറി മിൽക്ക് എല്ലാം ഇടും. ഇവരെ സ്ട്രീറ്റത്തെ ഇതൊരു മെയിൻ കോമ്പിനേഷൻ ആണ്. പൂച്ചത്തിട്ടം, ലൈൻ കട്ട്, മണ്ണിട്ട് മൂട്, പൂച്ചത്തിട്ടം.
ഒരു 22 ബ്രേസർ വായിച്ച് കിട്ടും. 32 തോന്നല്ലേ അറിയിപ്പിക്കണ്ട എന്നെ കൊണ്ട് വെറുതെ. ഗൈസ് റീൽസ് ഒക്കെ കുറെ ദിവസമായി കണ്ടിട്ട്, അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ചും റിയാക്ട് ചെയ്തത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ, നല്ല വെറൈറ്റി എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഒക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് അയച്ചു തരാം. ഓക്കെ, അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ബൈ.